എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥി ജാസ്ലിയ ജോൺസന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രതി ഡോക്ടർ സിറിയക്ക് പിടിയിൽ. വാഗമണ്ണിൽ നിന്നാണ് പ്രതി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവം നടന്ന 6-ാം ദിവസമാണ് പ്രതി പിടിയിലായത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായിട്ട്. വിപിൻ, ഇന്നലെ ജാസ്ലിയയുടെ രക്ഷിതാക്കൾ കുടുംബം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. സംഭവം നടന്ന അപകടം നടന്ന 6 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് വിവരമുണ്ടായിട്ടും ഡോക്ടർ സിറിയക്കിനെ പിടികൂടിയില്ല. കാരണം സിറിയക്ക് സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് പോലീസ് ബോധപൂർവം ഇതിൽ വീഴ്ച വരുത്തുന്നു എന്നൊക്കെയുള്ള ആരോപണമാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു വാഗമണ്ണിൽ നിന്ന്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? എന്താണ് പോലീസ് പറയുന്നത്? ജി.കെ. എടവനക്കാട് സ്വദേശിയായിട്ടുള്ള ഈ ജാസ്ലിയ ജോൺസന്റെ മരണത്തിൽ ഉത്തരവാദിയായ ഡോക്ടർ സിറിയക്ക് ഇപ്പോൾ ഒടുവിൽ പിടിയിലായിരിക്കുന്നു. 6-ാമത്തെ ദിവസമാണ് ഈ പിടിയിലാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള വ്യാപക വിമർശനം ഉയർന്നിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ളവ നടന്നിരുന്നു. എന്നിട്ടും ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇതാ ഡോക്ടർ സിറിയക്ക് പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്ത. വാഗമണ്ണിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വാഗമണ്ണിലെ ഒരു റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു. കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വാഗമൺ പോലീസ് അവിടെ എത്തുകയും പിടികൂടുകയുമായിരുന്നു. അല്പസമയത്തിനകം തന്നെ വാഗമണ്ണിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അങ്കമാലിയിലെ പോലീസ് ആ ഭാഗത്തേക്ക് തിരിച്ചു കഴിഞ്ഞു. പിന്നീട് അങ്കമാലി പോലീസിന് കൈമാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെബ്രുവരി 28-ാം തീയതിയായിരുന്നു അങ്കമാലിയിൽ വെച്ച് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ഈ പഠനത്തോടൊപ്പം തന്നെ ബികോം വിദ്യാർത്ഥിയായിരുന്നു ജസ്ലിയ. ഈ പഠനത്തോടൊപ്പം തന്നെ അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലിക്കും പോയിരുന്നു. ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏകദേശം 7 മണിയോട് കൂടി പിറകെ വന്നിട്ടുള്ള കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പിന്നീട് ആ വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. ഒന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു ഡോക്ടറായിട്ടുള്ള സിറിയക്ക് ചെയ്തില്ല എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയൊക്കെ ഉയർന്നു കേൾക്കുകയും ചെയ്തതാണ്. അതിനുശേഷം പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് എത്തി എന്നുണ്ടെങ്കിലും പ്രതി ചേർക്കാനോ മറ്റ് അന്വേഷണങ്ങളിലേക്കോ ഒരു ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണവും ഇതിൽ നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു പിന്നീട് ഉണ്ടായത്. അതിനുശേഷം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജസ്ലിയ മരണപ്പെടുന്നത്. ഈ മരണപ്പെട്ടതിന് ശേഷം അവയവങ്ങൾ ദാനം ചെയ്തു. 3 പേർക്ക് ആ ജസ്ലിയയിലൂടെ ജീവൻ തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഈ പ്രതിയെ പിടികൂടാത്തതിൽ ഉണ്ടാവുകയും ചെയ്തു. യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. ഇതിനിടയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഡോക്ടർ സിറിയക്ക് ശ്രമിക്കുകയും ചെയ്തു. കോട്ടയത്തെ കോടതിയിലാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ ഡോക്ടർ സിറിയക്കിന്റെ പിതാവിനെ അങ്കമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന്റെ തൊട്ടുപുറകെയാണ് ഇപ്പോൾ സിറിയക്കിലേക്കും പോലീസിനെ എത്തിച്ചേരാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കി പോലീസ് 5 ദിവസങ്ങൾക്ക് ശേഷം കാര്യമാത്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയിരുന്നു. ഇതിന് തൊട്ടുപുറകെ ഇപ്പോൾ വാഗമണ്ണിൽ നിന്ന് ഇയാൾ പിടിയിലായിരിക്കുന്നു. ഇവിടുത്തെ റിസോർട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഈ കൃത്യമായിട്ടുള്ള ഇടപെടൽ. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് പോലീസിന്റെ ദ്രുതഗതിയിലുള്ള ഈ കസ്റ്റഡിയിലെടുക്കൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.